നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇന്നത്തെ നമ്മുടെ അതിഥികൾ എന്ന് പറഞ്ഞ കുടുംബ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ നമ്മുടെ മലയാള ടെലിവിഷൻ താരങ്ങളാണ്. അവർ രണ്ടുപേരും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ ഇത്രയും കാലത്തെ ജേർണിയിൽ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നവീൻ ആൻഡ് ചിലങ്ക. ഇല്ല ഞാൻ ഡാൻസിലോട്ട് ജസ്റ്റ് കാലെടുത്ത് വെച്ചോളൂ. ആ വെപ്പാണ് ഇവിടെ പ്രാക്ടീസ് ആയിരുന്നു. ഇത്ര നേരം പ്രാക്ടീസ് ആയിരുന്നോ? അപ്പൊ എന്തായാലും രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇനിയുള്ള നമ്മുടെ സമയം എന്ന് പറയുന്നത് നമ്മൾ അടിച്ച് തകർത്ത്. അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെയും കുറെ വിശേഷങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. പേഴ്സണൽ ആയിട്ടും പിന്നെ പ്രൊഫഷണലി എല്ലാ വിശേഷങ്ങളും ചോദിക്കാനുണ്ട്. കുറെ നാളായിട്ട് പ്രൊഫഷണലി നിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ താല്പര്യം. യുനോ. അപ്പൊ എന്തായാലും നമുക്ക് ഇവരെ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ല. നമുക്ക് ഇവരെ ഇരുത്തി വിശേഷങ്ങൾ പറയാം. അപ്പൊ നവീന ചിലങ്ക. എനിക്ക് ചിലങ്ക എന്നൊക്കെ പേര് ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു പേരല്ലേ? ആർക്കെങ്കിലും ഉണ്ടോ ചിലങ്ക എന്നുള്ള പേര്? വേറെ ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഞാനും ആദ്യമായിട്ട്. ഈ ചിലങ്ക എന്നുള്ള പേരുമായിട്ട് ബന്ധമുണ്ടോ ജീവിതത്തിന്? ഡാൻസ് കളിക്കോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇട്ട പേര്. അവർ അച്ഛനും അമ്മ ഇട്ട പേരാണ്. അച്ഛന്റെ അച്ഛൻ. പക്ഷെ അച്ഛന്റെ ആഗ്രഹം കുട്ടി സാധിച്ചു കൊടുത്തില്ല. ചിലങ്കയുടെ സിനിമാ ജീവിതത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. വിനയൻ സാറിന്റെ പടത്തിലാണ് വന്നത് അല്ലേ? ഏതായിരുന്നു ആ പടം? ലിറ്റിൽ സൂപ്പർമാൻ. ആ, അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? വിനയൻ സാറിന്റെ വഴി ഓഡിഷൻ വഴിയാണോ അതെയോ ഡയറക്റ്റ് സെലക്ഷൻ ആയിരുന്നോ? അല്ല എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പം പുള്ളിക്കാരനാണ് അച്ഛനോട് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് അയക്കുമായിരുന്നു. അപ്പൊ ഓഡിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ശരി. ആ മുഖ സൗന്ദര്യം സത്യം പറഞ്ഞ നമ്മള് രണ്ടുപേരും ഒരേ തോണി തന്നെയായിരുന്നു. കാര്യം ജയസൂര്യയുടെ നമ്മുടെ ആദ്യത്തെ പടമായ ഊമപ്പെട്ടിന് ഉരിയുടെ പയ്യൻ, അതില് ഒരു ചെറിയൊരു വേഷം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഫസ്റ്റ് ചെയ്ത മൂവി തന്നെയായിരുന്നു അത്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷമല്ല, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡയലോഗാണെങ്കിലും അതിൽ എനിക്ക് ഡബ് ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജയസൂര്യ ആയിരുന്നു. അതൊരു ഭാഗ്യം. ഇത് പിന്നെ ഫാമിലിയുടെ ഭയങ്കര സപ്പോർട്ട്. അപ്പൊ അച്ഛനും കൊച്ചച്ഛനും പറഞ്ഞു നമുക്ക് നോക്കാം, കാരണം എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്ന അവസരമാണ്, അപ്പൊ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട്. നവീന്റെ വിശേഷങ്ങൾ പറ. സിനിമാ വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല പടങ്ങൾ നവീൻ അഭിനയിച്ചിട്ടുണ്ട്. ലെറ്റർ ലോഡ്ജിൽ അഭിനയിച്ചിട്ടുണ്ട്. മേജർ രവി സാറിന്റെ കാണ്ഡഹാറിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ 2 സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞു, പിന്നെ ഒന്ന് നമ്മുടെ നന്ദനം. ഈ സീരിയലില് കൂടുതലും വില്ലനായിട്ടാണല്ലോ നമ്മൾ നവീനെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വില്ലത്തരം ഇങ്ങനെ ചെയ്ത് സ്വഭാവത്തിൽ അത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ശരിക്കും പറഞ്ഞ വില്ലന്മാരെന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര പാവം. അതെനിക്ക് മനസ്സിലായി. എനിക്കത് ശരിക്കും മനസ്സിലായത് ഇവരെ കണ്ടപ്പോഴാണ്. ഇത്ര മസിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര മസിലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്താ ഭയങ്കര ഇതാണെന്ന് അവരെ വിചാരം. അല്ല, നമ്മൾ കാണുമ്പോ അവരെ വിചാരിക്കും നമ്മള് ഭയങ്കര സീരിയസ് ആണ് ഒരിക്കലും അല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആകെ ഇനി കുറച്ച് സമയം ഉള്ളു നമ്മള്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുക, എല്ലാവരുമായിട്ട് നമ്മള് സൗഹൃദം പങ്കിടുക, ഇതൊക്കെ തന്നെ. പിന്നല്ലാണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. നന്നായിട്ടൊന്നും ഫുഡ് കഴിക്കില്ല, ആവശ്യത്തിന് കഴിക്കുള്ളൂ. ഹലോ, ആവശ്യത്തിന് ഫുഡ് കഴിക്കും, പിന്നെ എന്താ പറയുന്ന വർക്ക്ഔട്ട് ചെയ്യും. ആ കണ്ണാടി എന്തിനാ മുകളിൽ വെച്ചിട്ട് കണ്ണിൽ വെക്കൂ? കണ്ണില് ഒരു ചമ്മല് അറിയാതിരിക്കാൻ വേണ്ടിയാണ് മെയിൻ. ഗെയിമിൽ തോക്കുമ്പോ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. വെച്ചപ്പം തന്നെ ഞങ്ങള് ജയിക്കും അല്ലേ? നമ്മള് ജയിക്കും. സിംഗിളായി വന്ന് ജയിക്കണം. ഞാൻ മൊത്തം കോമൺ ആണല്ലോ. ഐ എം ദ കോമൺ ഫാക്ടർ ഓഫ് ദിസ് റെഡ് കാർപ്പറ്റ് ഷോ. നീ എന്ത് പറഞ്ഞു? അത് പറ. ഡേ ടു ഡേ ലൈഫ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം. മുട്ട അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരങ്ങളാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ആ സമയത്ത് കഴിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ എത്ര മുട്ട തിന്നും ഒരു ദിവസം? രാവിലെ ഒരു 7 മുട്ട കഴിക്കാം. 7 മുട്ടയുടെ വെള്ള. 7 മുട്ടയുടെ വെള്ളം എന്ന് പറഞ്ഞാൽ 6 മുട്ടയുടെ വെള്ള കഴിച്ചിട്ട് ഒരെണ്ണം വേണേ നമുക്ക് ഫുള്ള് കഴിക്കാം. പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും അത് മസ്റ്റാണ്. പിന്നെ ഉച്ചക്ക് ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ ഈവനിങ് ആസ് യൂഷ്വൽ വെജിറ്റബിൾ സാലഡ്, ഇതൊക്കെയാണ്. ഇപ്പൊ കുറച്ച് വിശക്കുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് വിശക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇത്രയും നേരം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ കുറച്ച് മുട്ട എടുക്കട്ടെ? മുട്ടയുണ്ടാ? ഉറപ്പായിട്ടും നല്ല പുഴുങ്ങിയ മുട്ടയുണ്ട് എന്റെ കയ്യില്. ആണാ? അപ്പൊ നമുക്ക് ചിലങ്കേനെയും കൂടി അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. കാരണം മുട്ട വെച്ചിട്ടുള്ള ഒരു ഗെയിമിലേക്ക് നമുക്ക് പോകാം. അത് പറ. പക്ഷെ നിനക്ക് കഴിക്കാൻ വേണമെങ്കിൽ
തോറ്റാലും ജയിച്ചാലും കഴിക്കാലോ. നിനക്ക് കഴിക്കാം. അപ്പൊ ആദ്യം ഞാൻ എന്റെ മുട്ട ഗെയിമിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അത് കഴിക്കണോ വേണ്ടയോ. സോ ഗെയിം കളിക്കാൻ രണ്ടുപേരും റെഡി അല്ലേ? റെഡി? ശരി, വരൂ. നമുക്ക് 5 മുട്ടകളുണ്ട്. 5 പുഴുങ്ങിയ മുട്ടയാണിത്. ഈ മുട്ട ഇവര് തൊണ്ട് പൊളിച്ച് ഇവിടെ റെഡിയാക്കി വെക്കണം. മുട്ട കേടുവരെ നീ തൊണ്ട് പൊളിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, ചിലങ്കയ്ക്ക് മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ആദ്യം ആര് കളിക്കും? ആർക്കാണ് ധൈര്യം? റെഡി? യെസ്, ചിലങ്ക പറഞ്ഞു. നീ ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന ചിലങ്കയാണ് എന്ന് പറഞ്ഞതാണ്. അപ്പോഴേക്കും ചിലങ്ക റെഡി പറഞ്ഞു. അതാണ്. ഓക്കെ, ചിലങ്ക റെഡി? ഓക്കെ, അപ്പൊ ചിലങ്ക ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് മുട്ട പൊളിക്കാൻ. സോ മ്യൂസിക്. ടൈമില്ലേ? 1 മിനിറ്റ് സമയത്തിൽ പൊളിക്കണം. ആദ്യം ചെയ്താൽ മതിയായിരുന്നു. ബെസ്റ്റ്. ഒരു ചളുക്കുണ്ട് കേട്ടാ. എന്റെ ഇളക്കല്ല. ചിലങ്ക എന്റെ മുട്ടകൾ കേടുവരാതെ പൊട്ടിക്കണം. അതെ ഫാസ്റ്റ് ആയിട്ട്. 1 മിനിറ്റ് സമയം നമുക്കുള്ളൂ. യെസ് യെസ്. അതിൽ കുറച്ച് തൊണ്ടിരിപ്പുണ്ട്. ഫിനിഷിംഗ് വേണം. കടച്ചിലല്ല, കൈപ്പണി. മുട്ട നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വേണം നമുക്ക് പുറത്തു വരാൻ. നവീന്റെ മുഖം പോലെ. എന്താ എന്റെ ഉദ്ദേശം? സുന്ദര കുട്ടപ്പൻ. സുന്ദര കുട്ടപ്പൻ. എന്താ? അയ്യോ, ഇപ്പൊ വളരെ ടഫ് ഗെയിമാണ്. ഇപ്പൊ സമയം തീരാറായിട്ടോ ചിലങ്ക? സമയം തീരാറായി. വളരെ ടഫ് ആയിട്ടുള്ള ഗെയിമാണ്. സമയം തീരാറായി. വീട്ടിൽ ഇന്നവരെ ചെയ്യാത്തൊരു കാര്യം കഴിഞ്ഞ അത് പിന്നെയും പൊളിച്ചോണ്ടിരിക്കണം. അപ്പോ നമ്മുടെ 4ാമത്തെ മുട്ട അത് ഇങ്ങനെ പകുതി വെച്ചിരിക്കുകയാണ്. അല്ല, 5ാമത്തെ. 4 മുട്ട ഇവിടെ നല്ല വൃത്തിയായിട്ട്. വൃത്തിയായെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണെന്ന് കൂടി നോക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് നവീന്റെ ഗെയിമിലേക്ക് കടക്കാനുള്ള സമയമാണ്. നവീൻ റെഡി? യെസ്, മ്യൂസിക്. ഇതെന്ത് മുട്ട പൊട്ടിക്കലടാ? അങ്ങനെയൊക്കെ ഒന്നും ഇടാൻ പറ്റില്ല. ഇതൊക്കെ ക്ലീൻ ആയിരിക്കും. ഇവിടെ എന്താ ഇപ്പൊ കാണിച്ചു? ആദ്യമായിട്ടാണ് ഞാൻ മുട്ട പൊളിക്കുന്നതിന് വേറെ. അയ്യോ, അപ്പൊ ഇതോ എത്ര വൃത്തിയായിട്ടാണ് ചിലങ്ക മുട്ട പൊളിച്ചത്. കാര്യമില്ല, മുട്ടയെ വേദനിപ്പിക്കരുത് നമ്മള്. അല്ല, ഇതെന്താന്നറിയോ? ഇത് കേടണ്ടാ നോക്കാൻ വേണ്ടി. ആദ്യത്തെ മുട്ട തന്നെ തെറ്റാണ്. ഇമ്മാതിരി സാരി പണ്ട് ഞമ്മള് PWD ഓട്ടിക്കൊണ്ട് നടന്നിരുന്നത്. കൊള്ളാല്ല, ഇങ്ങനെ മുട്ട ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി. ഇത് എല്ലാവരും ഇത് വീഡിയോ കാണണം. ഇതൊരു പ്രത്യേക തരം മുട്ട. അവിടെ ഇട്ടുകൂടാ. എനിക്കിവിടെ വർത്തമാനം കണ്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. നവീൻ സ്പെഷ്യൽ ആണോ? മുട്ട പൊളിക്കുമ്പോ ഉണ്ടാകുമ്പോ കോൺസെൻട്രേഷൻ കഴിക്കാനുള്ളതല്ലേ? അതെ. അപ്പൊ വൃത്തിയായിട്ട് പൊളിക്കുക. ഹലോ, 1 മിനിറ്റ് ആയില്ല. താങ്കൾ എങ്ങനെ അറിഞ്ഞു? ടൈമർ ഉണ്ടല്ലോ. എവിടെ? ഇവിടുത്തെ ടൈമർ എന്ന് പറഞ്ഞ ഞാനാണ്. മനസ്സിലായോ? നീ ഒന്നും പറയണ്ട, ഞാൻ പറയണേക്ക്. ഈ മുട്ട ബാലൻസ് ഉണ്ട്. പക്ഷെ ചിലങ്കയ്ക്ക് ഇതാ ലാസ്റ്റത്തെ ഫൈനൽ മുട്ട ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ തോറ്റു എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. ഒരു മുട്ട ഇതൊരു മറ്റേടത്ത് ഐഡിയ ആയി പോയി. ഈ ഗെയിമിൽ വളരെ ദാരുണമായി നമ്മുടെ സകലകലാ വല്ലഭൻ സുന്ദരക്കുട്ടൻ നവീൻ തോറ്റിരിക്കുകയാണ്. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേലമായി. ഞങ്ങളുടെ ചിലങ്കക്കുട്ടി ജയിച്ചിരിക്കുകയാണ്. ചിലങ്കയ്ക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഞാൻ. ചോക്ലേറ്റ് ആണ്. എന്താണ് തമാശ? അല്ല, തമാശ. അപ്പൊ നവീന്റെ പണിഷ്മെന്റ് ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പുഷപ്പ് എടുക്കണം. അതുകൂടാണ്ട് ഞങ്ങളിൽ ഒരാളെ നീ എടുത്ത് ഹോൾഡ് ചെയ്ത് എത്ര സമയം നിൽക്കാൻ പറ്റും അത്ര സമയം നിൽക്കണം. പുഷപ്പ് സുഖമായിട്ട് പൊക്കി പിടിക്കാന്ന് പറഞ്ഞാ ആരെ പൊക്കാൻ? ഞാൻ നിന്റെ ഇഷ്ടം. ഞങ്ങൾ ആരെ വേണം നിനക്ക് പൊക്കാം. റെഡിയല്ലേ? ഓക്കെ, റെഡി? സോ മ്യൂസിക്.
നവീന്റെ മുഖമൊക്കെ ചുമന്ന് എനിക്ക് വെയിറ്റ് ഉണ്ടോ? ഇനി ഇതുപോലെ രസമുള്ള ആചാരം വല്ലതും ഉണ്ടോ? അടിക്കുകയോ തൊഴിക്കുകയോ? ഞാൻ പറഞ്ഞില്ല കോല് പോലെ ഇങ്ങനെ ഇരിക്കുന്നേ ഞാൻ പറഞ്ഞില്ല 60 കിലോ ഉണ്ടെന്ന്. 60 അതിന്റെ മുകളിലുണ്ട്. കിതപ്പറിയണില്ലല്ലോ അല്ലേ? അപ്പൊ നവീൻ, ഈ സിനിമ എന്ന് പറയുന്നത് എന്ന് മുതലാ സ്വപ്നം കാണാൻ തുടങ്ങിയത്? സിനിമ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ഞാനൊരു കലാകുടുംബം കൂടിയാണ്. പഴയ ആർട്ടിസ്റ്റ് ഉണ്ണിമേരി. അതെ അതെ അതെ, അത് പറയാൻ നമ്മൾ മറന്നു. ഉണ്ണിമേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അതെ, അദ്ദേഹത്തിന് ഉണ്ണിമേരിയുടെ അച്ഛന്റെ അമ്മയില്ലേ, അച്ഛന്റെ അമ്മ, ഗ്രാൻഡ്മയുടെ സിസ്റ്ററിന്റെ മോളാണ് ഉണ്ണിമേരി ആന്റി. അപ്പോ പണ്ട് തൊട്ടേയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ പറയുന്ന ഒരു അഭിനയം. പിന്നെ ആദ്യത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡലിംഗ് ആയിരുന്നു അന്നത്തെ കാലത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മോഡലിംഗിലൂടെ അഡ്വർടൈസ്മെന്റ്സ്, ചെറിയ അഡ്വർടൈസ്മെന്റ്സ്, അതിനുശേഷം ചെറിയ അവസരങ്ങൾ ഇതിൽ കിട്ടി, ചെറിയ ടെലിഫിലിംസിൽ കിട്ടി. അങ്ങനെ ഗ്രാജുവലി ആയിട്ടുള്ളൊരു. തീർച്ചയായിട്ടും ദൈവത്തിന് പാതി വിട്ടുകൊടുക്കണം. നമ്മളൊരു 90% നമ്മൾ തന്നെ ശ്രമിച്ചാൽ മതി, ബാക്കി 10% പുള്ളി കൊടുക്കും. അടിപൊളി. ചിലങ്കയുടെ പറയൂ. ചിലങ്കയുടെ അതായത് ഈ ഒരു കരിയറും ഫാമിലിയും അല്ലെ, ഇപ്പൊ ഒരു ഭാര്യയും കൂടിയാണ്. അപ്പം ഇത് രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നു പോകുന്നു? അത് ശരിക്കും ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്റെ വലിയ ഭാഗ്യം. പുള്ളി എഡിറ്ററാണ്, ഡയറക്ടറാണ്. അപ്പോ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളുടെ ഇടയിൽ ഇപ്പൊ അറിയാലോ, പുറത്തുനിന്ന് ഒരാളാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെക്കാട്ടി ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ്. ചിലങ്ക പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നോ എന്റെ കല്യാണം? അല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. ഇപ്പൊ 2 വർഷമേ ആയിട്ടുള്ളൂ. 2 വർഷത്തിൽ ഈ കൊറോണ വന്നുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫില് കുറെ കൂടി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടി നമ്മൾ ഭയങ്കര കമ്പനി ആയത് ഈ ലോക്ക്ഡൌൺ സമയത്ത്. നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു ലോക്ക്ഡൌൺ? അയ്യോ, ലോക്ക്ഡൌൺ നമ്മള് സത്യം പറഞ്ഞ ഒരു ലോക്ക്ഡൌൺ ദിവസത്തെ ഒരു റുട്ടീൻ എങ്ങനെയായിരുന്നു? വീട്ടില് മതില് പെയിന്റ് അടിക്കാൻ, പിന്നെ അതുപോലെ ഗേറ്റ് പെയിന്റ് അടിക്കല്, അതൊക്കെ ഞാൻ കുറച്ച് പെറ്റ്സിനെ വളർത്തി. ലവ് ബേർഡ്സ്, ഞാൻ പറഞ്ഞ ലവ് ബേർഡ്സ്. പിന്നെ അത് ബ്രീഡ് ചെയ്ത് ഈ പറയുന്ന പോലെ കുറെ കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ ചെറിയ കച്ചവടങ്ങളൊക്കെ കുക്കിങ്ങില് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. നന്നായിട്ട് കുക്ക് ചെയ്യും അല്ലെ? പിന്നെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഫാമിലി ആയിട്ട് ഒരു കൂടുതലൊരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും. എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഒരു ഇപ്പൊ സ്വാസിനാണെങ്കിലും അറിയാലോ, നമ്മള് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വീട്ടിലും ഈ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇപ്പൊ നവീന്റെയും ചിലങ്കയുടെയും ടാസ്കിനുള്ള സമയമായിരിക്കാണ്. തേന്മാവൻ കൊമ്പത്ത് സിനിമ അറിയില്ലേ? ആ സിനിമയിലെ സീൻസ് ഒക്കെ അത്യാവശ്യം മനസ്സിലില്ലേ? പിന്നെന്താ, ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു സീൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ നമ്മൾ സിനിമയിലെ അത് ആ ഒരു രീതിയിലല്ല പിടിക്കുന്നത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു സീരിയൽ പാറ്റേണിൽ നമ്മൾ പിടിക്കുകയാണ്. അതായത് ഭയങ്കര കരഞ്ഞുകൊണ്ട് ഇമോഷണലി വർക്ക് ചെയ്യണം. അല്ല, താൻ ആരാണ്? ഞാൻ കാർത്തുമ്പി. ആര് കാർത്തുപ്പി? ആരും കാർത്തുപ്പിന്നല്ല, കാർത്തുമ്പി. ഇവിടെ എന്താ നിക്കുന്നതെന്നാ ചോദിച്ചത്. ഇത് എന്റെ സ്ഥലമാണ്. അത് എന്നോട് ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഒരമ്മാവൻ. സോറി. ഞാൻ റെഡി ആട്ടോ, ക്യാമറ റെഡി അല്ലേ? റെഡി. ആര് പറഞ്ഞു? ഒരമ്മാവൻ. ഒന്നുകൂടെ സോറി. സോറി പറഞ്ഞു കൊളോക്കല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഒരമ്മാവൻ അയാൾ അവിടെയുണ്ട്, പോയി ചോദിക്കേ. എന്താ മോളെ? അമ്മാവ, ഇയാള് ചുമ്മാ ഓരോന്നൊക്കെ ചോദിക്കുക. എന്താ നിങ്ങളുടെ പ്രശ്നം? പെണ്ണുങ്ങളോടാണ് അനാവശ്യം പറയുന്നത്. നിങ്ങളാരാ മനസ്സിലായില്ല? ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാണ്. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? എന്റെ സ്ഥലത്ത് എന്താ നിങ്ങളുടെ കാര്യം ഞാൻ ചോദിച്ചത്. എവിടെയോ എന്തോ ഒരു തകരാറ്. എന്റെ സ്ഥലത്ത് എന്താ നിങ്ങളുടെ കാര്യം ഞാൻ ചോദിച്ചത്. ഇവിടെ എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? എന്റെ ചോദ്യം അതാണ്.
ഡയലോഗാണ്. ഡയലോഗ് ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പറക്കോളൂ. എന്താ റെഡി? ആക്ഷനാണോ? നിങ്ങൾ എന്തിനാ എന്റെ സ്ഥലത്ത് കയറി ഇവിടെ കയ്യേറി? എന്റെ ചോദ്യം അതാണ്. ഞങ്ങളോട് ഇവിടെ കേറി ഇരുന്നോളാം. ആര് പറഞ്ഞു? അമ്മാവൻ. ഏതമ്മാവൻ? ഏതമ്മാവൻ? എന്റെ അമ്മാവൻ അല്ല, വേറൊരു അമ്മാവൻ. സോറി. പക്ഷെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. ഇനി വേറൊരു അമ്മാവനുണ്ട്. അതാരാണ്? ശരിക്കും അതല്ല, ഇതാ ഇടേണ്ടത്. എന്നോട് ഇവിടെ ഒരു അമ്മാവൻ കയറി. ആക്ഷനാണോ? വേറൊരു അമ്മാവൻ. അപ്പൊ ഇതാരാണ്? ഇത് എന്റെ അമ്മാവൻ. താനാരാണ്? എന്നോട് വേറൊരു അമ്മാവനാ ഇവിടെ വന്ന് നിക്കാൻ പറഞ്ഞത്. ഏതമ്മാവൻ? ഞാൻ ചോദിക്കുന്നത് അതല്ല, ഇതാരാണെന്ന് എന്റെ ചോദ്യം. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഒരു ഗ്ലാസ് വെള്ളം തന്നെ. അതാണ് എന്റെ പ്രശ്നം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഡയറക്ടർ ഒന്ന് പിടിച്ചേ. താനാരാണ്? താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരും താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. ഞങ്ങളിവിടെ നിന്നോട്ടെ. നിന്നോ. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? താൻ ആരാണെന്ന് തനിക്ക് ഇതുവരെ മനസ്സിലാവാത്ത മാണിക്യനും കാർത്തുമ്പിയും ഇവരുടെ മനസ്സ് ഒന്നിക്കുമോ എന്നറിയാനായിട്ട് ഈ പരമ്പര നിങ്ങൾ മറക്കാതെ കാണുക. നിങ്ങളുടെ സ്വന്തം റെഡ് കാർപ്പറ്റ്.